CMRL കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി വിവാദത്തിന് ശേഷം. ഉത്തരവിറക്കിയത് 2023 ഡിസംബർ 18-ന്. ധാതുഖനനം പൊതുമേഖലയിൽ മാത്രമാക്കിയായിരുന്നു കേന്ദ്ര നിയമം. 2019-ലെ നിയമപ്രകാരം കരാർ റദ്ദാക്കാമായിരുന്നു. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടെന്ന മാത്യു കുഴൽനാടന്റെ ആരോപണത്തിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി വിവാദത്തിന് ശേഷമാണെന്ന വിവരമാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ പുറത്തുവിട്ട രേഖകൾ എന്തെല്ലാമായിരുന്നു? വിനീത, ഇന്നലെ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നായിരുന്നു നേരത്തെ കേന്ദ്ര നിയമപ്രകാരം തന്നെ CMRL നൽകിയ കരിമണൽ ഖനനാനുമതി അത് റദ്ദാക്കാമായിരുന്നു. പക്ഷേ സർക്കാർ ഇതിൽ ചില കളികൾ കളിച്ചു. അത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടായിരുന്നു ഇത്തരം കളികൾ കളിച്ചത് എന്നായിരുന്നു പ്രധാനമായും ആരോപണം. പ്രത്യേകിച്ച് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് 2016 മുതൽ തന്നെ 5 ലക്ഷം രൂപ വീതം എത്തുകയും പിന്നീട് അത് പ്രതിമാസം എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷവും ആകെ 8 ലക്ഷം രൂപ പ്രതിമാസം ലഭിച്ചു. അത് തുടർന്നു ദീർഘകാലം ആ തുക അക്കൗണ്ടിലേക്ക് എത്തി. കോടിക്കണക്കിന് രൂപ എത്തിയത് അഴിമതി പണമായി തന്നെയായിരുന്നു എന്ന ആരോപണം ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ പുറത്തു വരുന്നത്. ഈ വിവാദ കരിമണൽ കമ്പനിയായി CMRL നേരത്തെ നൽകിയിരുന്ന പാട്ടത്തിന്, കരിമണൽ ഖനനത്തിന് പാട്ടം നൽകിയ ഭൂമി അത് ഏറ്റെടുക്കുന്നതിനൊപ്പം തന്നെ അവിടെ അത് റദ്ദു ചെയ്യുന്നതിന് കേന്ദ്ര നിയമം നിലനിൽക്കെ പോലും അതിന് സർക്കാർ തയ്യാറായില്ല. അത് ഏറ്റവും ഒടുവിൽ മാസപ്പടി വിവാദവും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് SFOI അടക്കമുള്ള അന്വേഷണവും എത്തുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഈ ഖനനാനുമതി റദ്ദു ചെയ്യാൻ സർക്കാർ തയ്യാറായത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ വരെ ഇതിന് സർക്കാർ കാത്തിരുന്നു എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. അതിനു മുമ്പേ തന്നെ ഏതാണ്ട് 2019 തന്നെ കേന്ദ്രം നിയമം വന്നിരുന്നു. ആ നിയമപ്രകാരം ഈ പൊതുമേഖലയിൽ മാത്രം ഈ ഖനനം, ഇത്തരത്തിലുള്ള ഖനനങ്ങൾ പൊതുമേഖലയിൽ മാത്രം നടത്തുക എന്ന രീതിയിലാണ് കേന്ദ്ര നിയമം വന്നത്. പക്ഷേ ആ നിയമത്തിന്റെ പിൻബലത്തോടെ ഈ കരിമണൽ ഖനനം റദ്ദു ചെയ്യാനുള്ള CMRL കരിമണൽ ഖനനം റദ്ദു ചെയ്യാനുള്ള നടപടിയിലേക്ക് സർക്കാർ തയ്യാറായില്ല. നേരത്തെ തന്നെ റദ്ദു ചെയ്യാമായിരുന്നിട്ടും, അതായത് 4 വർഷം മുൻപ് തന്നെ വേണമെങ്കിൽ, അതായത് കേന്ദ്ര നിയമം അനുസരിച്ച് റദ്ദു ചെയ്യാമായിരുന്നിട്ടും CMRL വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ട് നിർബാധം കരിമണൽ ഖനനത്തിനുള്ള അനുമതി നൽകുകയായിരുന്നു. ഈ കേന്ദ്ര നിയമം കണ്ടില്ലെന്ന് നടിച്ചു അല്ലേ 5 വർഷം? വിനീത, 2019 ഇത്തരമൊരു നിയമം, അത് ഖനനം പൊതുമേഖലയിൽ മാത്രം നിലനിർത്തുക എന്ന രീതിയിൽ ഒരു നിയമം വന്നപ്പോൾ ആ നിയമത്തിന്റെ പിൻബലത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന് CMRL ഈ ഖനനാനുമതി റദ്ദു ചെയ്യാമായിരുന്നു. പക്ഷെ അതിന് പകരം ഈ റദ്ദു ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഈ ഫയൽ വിളിച്ചു വരുത്തുന്നത്. മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തുകയും ഇത് റദ്ദു ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയോ ഉണ്ടോ എന്നുള്ള ഒരു നിർദ്ദേശം ആ യോഗത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഏതാണ്ട് 7 നിർദ്ദേശങ്ങൾ ഉണ്ട് ആ യോഗത്തിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇത് തന്നെയായിരുന്നു. ഈ CMRL ഈ കരിമണൽ ഖനനത്തിന് അവർക്ക് അവരുടെ അനുമതി റദ്ദാക്കാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകി. ഇതാണ് ഇന്നലെ മാത്യു കുഴൽനാടൻ MLA ആരോപണമായി ഉന്നയിച്ചത്. ഏതായാലും 2019 CMRL ഉൾപ്പെടെയുള്ള സ്വകാര്യ കരിമണൽ കമ്പനികൾക്ക് ഖനനാനുമതി നൽകാൻ കഴിയാത്ത രീതിയിൽ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമത്തിന്റെ പിൻബലത്തിൽ സംസ്ഥാനത്ത് CMRL നടത്തുന്ന കരിമണൽ ഖനനം റദ്ദു ചെയ്യാനുള്ള, അവർക്ക് അനുമതി നിഷേധിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ആ നടപടി വൈകിപ്പിച്ചത് എന്ന ആരോപണമായിരുന്നു ഇന്നലെ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്. മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ CMRLുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് പ്രതിമാസം മാസപ്പടിയായി വലിയ തുക, ഏതാണ്ട് 5 ലക്ഷം വീണയുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ വീതം എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും എത്തിയെന്ന് അത് ROC ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയ ഒരു സാഹചര്യം. ഈ SFIO അടക്കമുള്ള ഏറ്റവും ഗൗരവത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇതിന്റെ അനുമതി റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് എന്നതാണ് ഈ രേഖകളിലൂടെ വ്യക്തമാകുന്നത്. ഏതായാലും ഇന്നലെ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണവും ഇതുതന്നെയായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ CMRL കരിമണൽ ഖനനത്തിൽ എന്താണ് താല്പര്യം, എന്തിനാണ് ഈ ഫയൽ വിളിച്ചു വരുത്തിയത്
എന്ന ചോദ്യമായിരുന്നു മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്നോണമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രേഖ പുറത്തുവരികയും ചെയ്തിരിക്കുന്നത്. റോഷിബാൽ 2004 നൽകിയ കരാറാണ്. ഇന്നലെ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് റോഷി സൂചിപ്പിച്ചതുപോലെ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ 5 ലക്ഷം രൂപ വീതം മാസത്തിൽ വീണ വിജയന് CMRL നൽകി എന്നതാണ്. അതായത് ഏറ്റവും വലിയ ആവശ്യം ലീസ് അനുവദിച്ച് കിട്ടണം എന്നത് തന്നെയായിരുന്നു. 2017 മുതൽ 5 ലക്ഷത്തിന് പുറമെ 3 ലക്ഷം രൂപ വീതവും എക്സാലോജിക്കിന്റെ കമ്പനിയിലെ അക്കൗണ്ടിലേക്ക് CMRL കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് അല്ലേ? വിനീത, ഇതിൽ എന്ത് ആവശ്യത്തിനാണ് ഈ പണം ലഭിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം തേടിയാണ് SFIO ഇപ്പോൾ അന്വേഷണവും നടത്തുന്നത്. ഈ കമ്പനിക്ക് CMRL എന്ന കമ്പനിക്ക് എന്ത് സേവനമാണ് വീണയുടെ ഉടമസ്ഥതയുള്ള എക്സാലോജിക്ക് നൽകിയത് എന്ന ഒരു ചോദ്യം അത് ROC ആ ചോദ്യം ഉന്നയിക്കുന്നു. കൃത്യമായ ഉത്തരം നൽകാൻ എക്സാലോജിക്കിന് സാധിക്കുന്നില്ല. മാത്രവുമല്ല, ഈ CMRL ഓഹരി പങ്കാളിത്തമുള്ള KSIDCക്കും ഈ ROC ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പിന്നീട് ഇത്തരമൊരു അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘത്തിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തത്. ആ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരമൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത്. ഏതായാലും എക്സാലോജിക്ക് മാസപ്പടി വിവാദം ആളിക്കത്തുന്ന ഘട്ടത്തിലാണ് 2013 ഡിസംബർ 18 മാത്രം ഈ ഒരു ഉത്തരവ് CMRL എന്ന വിവാദ കരിമണൽ കമ്പനിക്ക് കരിമണൽ ഖനനത്തിന് നൽകിയ ആ ഉത്തരവ് ലീസ് റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇന്നലെ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട രേഖകളിൽ വ്യക്തമാണ്. മുഖ്യമന്ത്രി തന്നെ CMRLന്റെ ഈ ഖനനാനുമതി റദ്ദാക്കുന്നതിന് വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയ ആ ഫയൽ അത് വിളിച്ചുവരുത്തിയതിനു ശേഷം ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം പ്രത്യേകം വിളിച്ച് CMRLന് ഈ ഖനനം നിലനിർത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന ചോദ്യവും ഉയർത്തുന്നു. ആ ചോദ്യം ഉയർത്തിയതിന് പിന്നാലെ തന്നെ അതിന്റെ മറ്റു നടപടികൾ എന്താണ് ഉണ്ടായത് എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും അതിന്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസം പുറത്തുവിടുമെന്ന്